Hello everyone, welcome back to Xylem Learning. It's me, Jamshad. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇംഗ്ലീഷിൽ ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്താക്കാൻ പഠിക്കാൻ പോവാണ്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് കാണാം. ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഈസി ആയിട്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ള സംഭവം പഠിക്കാനുള്ള ആ ഒരു എളുപ്പമുള്ള ട്രിക്സും ടിപ്സുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നോക്കാം, ഒരു ചെറിയൊരു പിക്ചറിലൂടെ എന്താണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളത് പഠിപ്പിക്കാൻ പോവാണ്. ഈ ഒരൊറ്റ പിക്ചർ കാണുമ്പോഴേക്കും ഇതിന്റെ കംപ്ലീറ്റ് സംഭവം എന്തിനാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നെന്ന് മനസ്സിലാവും. ജസ്റ്റ് 3 ഡിഗ്രീസ് ആണുള്ളത് കമ്പാരിസണിന് വേണ്ടിയിട്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ പേരൊന്നും നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ആപ്പിൾ ആണ്. ഓക്കെ, ദിസ് ഇസ് എ ബിഗ് ആപ്പിൾ. നമ്മൾ ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. ദാറ്റ്സ് കോൾഡ് പോസിറ്റീവ് ഡിഗ്രി. ഓക്കെ, നമ്മൾ ഒന്നിനോടും കമ്പയർ ചെയ്യുന്നില്ല. എന്താ പറയാ, ജസ്റ്റ് എന്താ പറയുക, മൊബൈൽ എടുത്ത് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ മൊബൈൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒന്നിനെയും കമ്പയർ ചെയ്യുന്നില്ല, മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ 2 ആപ്പിൾ എടുത്തിട്ട് ദിസ് ആപ്പിൾ ഈസ് ബിഗർ ദാൻ ദാറ്റ് ആപ്പിൾ, മറ്റതിനെക്കാട്ടിലും വലുതാണിത്. 2 എണ്ണം കമ്പയർ ചെയ്യുന്ന സമയത്താണ് കമ്പാരേറ്റീവ് ഡിഗ്രി വരുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്താണ് കമ്പാരേറ്റീവ് ഡിഗ്രി വരുന്നത്. അതായത് ഒന്നിനേക്കാൾ വലുതാണ് മറ്റെന്ന് പറയും. ഇനി ലാസ്റ്റ് സൂപ്പർലേറ്റീവ്. ഇതും കമ്പയർ ചെയ്യാണ്, പക്ഷേ 2-ലധികം ഉണ്ട്. അപ്പോഴാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരിക. അപ്പൊ നമ്മൾ ബിഗ്ഗസ്റ്റ് എന്ന് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ വേർഡിൽ വന്ന മാറ്റം കണ്ടോ. ഫസ്റ്റ് ഒന്നിനോടും കമ്പയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് ബിഗ് ആയിരുന്നു. 2 എണ്ണത്തിന് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് ബിഗർ ദാൻ ദാറ്റ് വൺ. ദിസ് ആപ്പിൾ ഈസ് ബിഗർ ദാൻ ദാറ്റ്. ദിസ് റെഡ് ആപ്പിൾ ഈസ് ബിഗർ ദാൻ ദാറ്റ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ ബിഗർ. ഓക്കെ, അവിടെ മാറ്റം ER എന്നുള്ള വേർഡ് മീൻസ് ആക്ച്വലി 2 ലെറ്റർ എക്സ്ട്രാ വന്നു. ഇവിടെ വരുന്ന സമയത്ത് ഏറ്റവും വലുത് എന്നുള്ളൊരു മീനിങ് കിട്ടും അല്ലെ. 2-ലധികം സംഭവം ഉണ്ടാകുന്ന സമയത്ത് 2-ലധികം വസ്തുക്കളിൽ നിന്ന് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള സംഭവം ഏത് വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ബിഗ്ഗസ്റ്റ്. ഓക്കെ, അതിനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പൊ മനസ്സിലായല്ലോ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരേറ്റീവ് ഡിഗ്രി, ലാസ്റ്റ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, ഈസി. ഇത്രയേ ഉള്ളൂ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ള വേർഡ് ഒക്കെ കേട്ടിട്ട് കിളി പോയി നിൽക്കുന്നുണ്ടാവും. ഒരാവശ്യമില്ല, ഇത്രേ സംഭവം ഉള്ളൂ. കിടുവാണ്, ഈസിയാണ്. ഇനി നമുക്ക് ഈ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, പോസിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഡിഗ്രി മറ്റൊരു വേർഡാണ്. വേർഡ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് സംഭവം മനസ്സിലാക്കി. മോഡിഫൈസ് നൗൺസ് വിത്തൗട്ട് ദ നീഡ് ഫോർ കമ്പാരിസൺ. മറ്റൊന്നിനോട് കമ്പയർ ചെയ്ത് എക്സാമ്പിൾ എക്സ്ട്രാ നിങ്ങൾക്ക് എക്സ്ട്രാ ലേണിങ്ങിന് വേണ്ടി തന്നേ ഉള്ളൂ. മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാതെ അതിന് സ്വന്തം മാത്രം പറയുന്നതിനാണ് എന്ത് പറയുക, പോസിറ്റീവ് ഡിഗ്രി പറയുക. എർത്ത് ഈസ് ലാർജ്. എർത്ത്, ഭൂമി വലുതാണ്. ദാറ്റ്സ് ഓൾ. ഭൂമി എന്താണ്, വലുതാണ്. ബിഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ലാർജ്, വലുതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഒന്നിനോടും കമ്പയർ ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് വൺ കമ്പാരേറ്റീവ് ഡിഗ്രി. ഇവിടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണം. ഇത് സെന്റൻസിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വരും. രണ്ടാമത് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഏതാ കൊടുത്തത്, യൂസ് ടു കമ്പയർ 2 തിങ്സ്. 2 വസ്തുക്കളെ പൊതുവെ കമ്പയർ ചെയ്യാനാണ് ഇത് വരാറുള്ളത്. എർത്ത് ഈസ് ലാർജർ ദാൻ മാർസ്. മാർസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രഹത്തിനെക്കാട്ടിലും വലുതാണ് നമ്മുടെ എർത്ത് അതിനേക്കാളും വലുതാണ്. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ ബിഗ് എന്നുള്ളത് ബിഗർ ആയതുപോലെ ലാർജ് എന്നുള്ളത് ലാർജർ ആയി. ഓക്കെ, അവിടെ എക്സ്ട്രാ ഈ ഒരു ദാൻ എന്നുള്ള സംഭവം മറന്നു പോരുത്. ദാൻ എന്ന് ഉണ്ടാവും കമ്പയർ ചെയ്യുന്ന സമയത്ത്. ദിസ് ഈസ് ബിഗർ ദാൻ ദാറ്റ് വൺ, ദിസ് ഈസ് ലാർജർ ദാൻ ദാറ്റ് വൺ എന്ന് പറയും. ഓക്കെ, ഡെഫിനറ്റ്ലി ഈസിയാണ്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പഠിച്ചല്ലോ, കമ്പാരിറ്റീവ് ഡിഗ്രി പഠിച്ചല്ലോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയോട് പഠിച്ചാൽ പരിപാടി തീർന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു യൂസ് ടു കമ്പയർ 3 or more things. 3 അതിലധികം, അതായത് 2-ലധികം വസ്തുക്കളെ എപ്പോ കമ്പയർ ചെയ്യുന്നതെങ്കിലും അതെന്തായിരിക്കും, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. Saturn is the largest among the 3 planets. ഈ 3 പ്ലാനറ്റിലും, ഓക്കെ, ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന വേറെ കളറാക്കാം. ഈ 3 പ്ലാനറ്റുകളിലും ഏറ്റവും വലുത്, ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ് പറഞ്ഞ പോലെ ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് സാറ്റേൺ ആണ്. ഈസി ആണല്ലോ. ആ ഒരു കമ്പാരിസൺ വരുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, അവിടെ എന്താക്കും, ലാർജ് സാറ്റേൺ ഈസ് ദ എന്നുള്ള വേർഡ് നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. അത് എന്തുണ്ടാവില്ല, ഇവിടെ ഒന്നും അത് ഉണ്ടായിക്കൊള്ളില്ല. എർത്ത് ഈസ് ലാർജ് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് സാറ്റേൺ ഈസ് ദ.
ഓക്കെ, ആ ഒരു വി എന്നുള്ള ആ ഒരു വേർഡ് TH എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ എന്താക്കണം, എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെ? സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മൾ ഈസിയാണ് സംഭവം. എന്താ വെച്ചാൽ ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്, ലാർജ്, ലാർജർ, ലാർജസ്റ്റ് ഇതുപോലെ കൂട്ടി കൊടുക്കുക. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ദ ചേർത്ത് കൊടുക്കുകയും വേണം. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ ഈ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി. പക്ഷേ ഈ ഒരു വേർഡിലൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. ഈസിയാണിതാ. ഇത്രയും വേർഡ് കണ്ടോ? എല്ലാ വേർഡിനെയും ലാസ്റ്റ് ER, EST ചേർത്ത് കൊടുത്താൽ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടുമോ? ഇല്ല. ഓക്കെ, ചിലത് സൂപ്പർലേറ്റീവ് കിട്ടണമെങ്കിൽ EST ചേർത്ത് കൊടുത്താൽ മതിയോ? ഇല്ല. ലാർജിന്റെ ബാക്കിൽ ER ചേർത്ത് കൊടുത്തപ്പോൾ ലാർജർ, ബിഗിന്റെ ലാസ്റ്റ് ER ചേർത്തപ്പോൾ ബിഗർ, അതിന്റെ ലാസ്റ്റ് EST ചേർത്ത് കൊടുത്തപ്പോൾ ബിഗ്ഗസ്റ്റ്, ലാർജസ്റ്റ്. അത് കിട്ടി. പക്ഷെ എല്ലാത്തിനും അങ്ങനെ അപ്ലൈക്കബിൾ അല്ല. എല്ലാം അങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏബിളിന്റെ അത് ലാസ്റ്റ് ER ചേർത്തപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി, EST ചേർത്തപ്പോൾ എന്തായി? സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുപോലെ തന്നെ പക്ഷേ ലാസ്റ്റ് Y വരികയാണെങ്കിൽ, ഏതെങ്കിലും വേർഡിന്റെ ലാസ്റ്റ് Y വരികയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് എന്ത് ചേർത്ത് കൊടുക്കണം? IER ചേർത്ത് കൊടുക്കണം. ആ Yനെ കളഞ്ഞിട്ട് IER ചേർത്ത് കൊടുക്കുക. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി തരും. അതുപോലെ തന്നെ IEST ചേർത്ത് കൊടുക്കുക, Y കളഞ്ഞിട്ട്. അപ്പോ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഏതൊരു വേർഡിന്റെയും ഏതൊരു നൗണിന്റെയും അവസാനം എന്ത്? അഡ്ജക്റ്റീവിന്റെയും ഒക്കെ അവസാനം അത് വിശേഷിപ്പിക്കാനാണല്ലോ. അപ്പൊ അഡ്ജക്റ്റീവ് ആണ് വരിക. അപ്പൊ അതിന്റെ ഒക്കെ എന്ത്? അവസാനത്തെ Y കളഞ്ഞിട്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. IER, IEST. ഓക്കെ, പിന്നെയുണ്ട്. ഇനി കംപ്ലീറ്റ് മാറി വരും. ഇത് കാണാതെ പഠിക്കാല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതായത് ബാഡ്. ബാഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബാഡർ എന്നാണോ? ബാഡിയർ എന്നാണോ? അല്ല. ബാഡിയസ്റ്റ് എന്ന് വരൂ? ഇല്ല. വേഴ്സ്. അത് കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, പിന്നെന്താ? ഗുഡിൻ്റെത് ബെറ്റർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അത് ലാസ്റ്റ് EST, ER ഒക്കെ തന്നെയാണെങ്കിലും ഗുഡിൻ്റെതാണല്ലോ. ഓക്കെ, അതുപോലെ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ചില വേർഡുകളുടെ ഒരു നിലക്കും കംപ്ലീറ്റ് മാറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചേർത്ത് കൊടുക്കണം? മോ എന്നുള്ള വേർഡ് ചേർത്ത് കൊടുത്ത് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കണം. മോസ്റ്റ് എന്നുള്ള ആ ഒരു വേർഡ് ചേർത്ത് കൊടുത്തിട്ട് എന്തുണ്ടാക്കണം? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കണം. അതായത് ചില വേർഡുകൾക്ക് ER ഓ ES ചേർത്തിട്ടോ കംപ്ലീറ്റ് മാറിയിട്ടോ ഒന്നും വരില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു മോർ ചേർത്ത് കൊടുത്താൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും, സ്റ്റാർട്ടിങ്ങിൽ ഒരു മോസ്റ്റ് ചേർത്ത് കൊടുത്താൽ എന്തും കിട്ടും? സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കിട്ടും. അതായത് ഹി ഈസ് മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുള്ളൂ, അല്ലാണ്ട് ബ്യൂട്ടിഫുളർ എന്ന് പറയില്ല. ബ്യൂട്ടിഫുളസ്റ്റ് എന്നൊന്നും പറയില്ലല്ലോ. അത് ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ തന്നെ കുറെ വേർഡുകളൊക്കെ നിങ്ങൾക്ക് എന്താക്കും? ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കുറെ വേർഡുകളുടെ എക്സാമ്പിൾസ് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എന്താക്കുക? സ്ക്രീൻഷോട്ട് ഒക്കെ ഞാൻ ജസ്റ്റ് നല്ല എന്താക്കാം? സ്ക്രോൾ ചെയ്ത് പോകാം. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇന്നൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾ ആ ഒരു എക്സാമ്പിളില് ഇംഗ്ലീഷ് എഴുതി കമന്റ് ചെയ്യണം. നോക്കാം ഉണ്ടല്ലോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണ്. ഓക്കെ, അത് പോസ്റ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഇപ്പൊ തന്നെ ചെയ്തേക്കോ. ഓക്കെ, ഇതാണ് സൈലത്തിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ടീച്ചർ ആരാ? ജസ്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം. ഡാഷ് ഈസ് ദ ഹാൻസം എന്നതിനെ ഏറ്റവും കുറെ ആൾക്കാരുണ്ടല്ലോ, രണ്ടാളല്ല. സൈലത്തിലെ കുറെ ഫാക്കൽറ്റീസ് ഉണ്ട്. ആ ഫാക്കൽറ്റീസിൽ ഏറ്റവും എന്നുള്ളത് ഹാൻസമസ്റ്റ് എന്നാണോ ചേർക്കുക? അത് നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ആലോചിച്ചിട്ട് ഏത് വേർഡാണ് ചേർക്കുക? സൈലത്തിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ഡാഷ് ഈസ് ദ ഇൻ ദ സൈലം എന്നുണ്ടാക്കണം, നിങ്ങൾ ചേർക്കണം. ആ ഒരു ഡാഷ് നിങ്ങൾ എന്താക്കണം? അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താക്കുക? കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ടീച്ചേഴ്സിന് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. വേണമെങ്കിൽ എന്താക്കാം? എന്നെ തന്നെ കമന്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇത് വീഡിയോ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യാം. ഓക്കെ, മറന്നു പോകരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ ഏതൊരു വീഡിയോസ് ആണ്, ഏതൊരു സംഭവമാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത്, അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയാം. അപ്പോൾ എന്താക്കാം? ഡെഫിനറ്റ്ലി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ബൈ.